Watch full episodes on Jio Hotstar. എന്ത് നിനക്ക് പവർ വേണമെന്നോ? അത് പിന്നെ ഞാൻ വളരെ വീക്കായി പോയില്ലേ? കണ്ണിന്റെ താഴെ കറുത്ത സർക്കിൾസ് വന്നു പോയി. ഇത് കണ്ടോ? നീ എങ്ങനെയാ എന്നിട്ട് മാസ്ക് ഊരിയത്? അത് എനിക്ക് തന്നെ അറിയില്ല, അങ്ങനെ ഊരി പോയെന്ന്. മെഡിക്കൽ ഷോപ്പിൽ മാസ്ക് ഇല്ലാതെ ഒരുത്തൻ നിൽക്കുന്നു. സോൾജേഴ്സ് അവനെ വേഗം പിടിക്കൂ. നീ ആരായാലും വേഗം ഇവിടുന്ന് ഓടിക്കോ. സോൾജേഴ്സ് ഇപ്പൊ ഇങ്ങോട്ട് വരും. സെക്ടർ 17 സോൾ ബോർഡ്. മെഡിക്കൽ ഷോപ്പിൽ മാസ്ക് ഇല്ലാതെ ഒരുത്തൻ നിൽക്കുന്നു. സോൾജേഴ്സ് വേഗം അവനെ പിടിക്കൂ. ചേട്ടാ, ഇവിടുള്ള സ്റ്റാച്യൂസ് പോലും സംസാരിക്കുകയാണല്ലോ. ഇത് ഏത് തരം നഗരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ അമ്മേ. നോക്ക്, ദാ കിടക്കുന്നു. വേഗം അവനെ പിടിക്കുക. വേഗം പിടിക്കുക. ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും വരില്ല. സഹായിക്കുന്നവൻ എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഇവരാണോ നിന്നെ രക്ഷിക്കാൻ പോകുന്നത്? എടാ ചെക്ക, നിന്റെ സൈസ് ഒന്ന് നോക്കടാ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Rangila, don't worry. Skates Creato. സെക്ടർ 15 ഡോർ ത്രൂ. മാസ്ക് ഇല്ലാതെ 3 പേർ പോകുന്നുണ്ട്. സെക്ടർ 15 ഡോർ 2. കൊല്ലാം, ഈ കളി കൊല്ലാം. ഇവന്റെ കൂടെ ക്യാറ്റ് ആൻഡ് മൗസ് കളിക്കുന്നത് വളരെ രസകരമായിരിക്കുന്നാണ് തോന്നുന്നത്. രുദ്ര, ഞാൻ തലകീഴായി പറക്കാണ്. കറങ്ങി മുകളിട്ട് വാ. ചേടാ, എനിക്ക് ഈ സ്കേറ്റിൽ പറക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെന്നേ. എന്നെ ഒന്ന് ശരിയാക്ക്. എനിക്കെല്ലാം തലകീഴായിട്ടാ കാണുന്നത്. രംഗില, എനിക്ക് നിന്റെ കൈ വിട്ടേ പറ്റൂ. കുഴപ്പമൊന്നുമില്ലല്ലോ. വേഗം എഴുന്നേൽക്ക് രംഗില. രുദ്ര, നീ നിന്റെ ഫ്രണ്ട്സും ഒരിക്കലും ഇവിടെ നിന്നും രക്ഷപ്പെടില്ല. വേഗം ഓടിക്കൂ. എന്റെ സോൾജേഴ്സ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ അതൊന്നും നേരത്തെ പറഞ്ഞ് തൊലയ്ക്കാൻ പാടില്ലായിരുന്നോ? ചേടാ, വീണ്ടും സ്റ്റാച്ചു വന്നല്ലോ. ഇപ്പൊ കുറച്ച് സമയത്തിന് കൈ വിട്ടേ പറ്റൂ. ഓക്കേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ റൈറ്റ് സൈഡ് പോണോ ലെഫ്റ്റ് സൈഡ് പോണോ? സോൾജേഴ്സ്, സെക്ടർ 5 സോൺ 4 വേഗം വരൂ. മാസ്ക് ഇല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. ഈ സ്റ്റാച്യൂസും പോസ്റ്റേഴ്സും ഒക്കെ അവന്റെ കണ്ണും കാതുമാണ്. ലൈൻ CCTV ക്യാമറ.
മാസ്ക് ഇല്ലാത്ത ആളുകൾ നാം പോകുന്നുണ്ട്. വേഗം. നോ, ഈ ചെക്കൻ ഞാൻ വിചാരിച്ചതുപോലെ അല്ല. അവൻ എപ്പോഴും ഒരു ഡയലോഗ് പറയാറുണ്ട്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക് പവേഴ്സിനെയും ഒരിക്കലും ആരും സംശയിക്കരുത്. എത്രയും പെട്ടെന്ന് അവന്റെ കഥയങ്ങ് കഴിച്ചേക്കുക. കാറ്റ് ആൻഡ് മൗസ് കളിക്കേണ്ട സമയം ഇതല്ല. അവൻ ഇവിടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കും, എല്ലാം നശിപ്പിക്കും. മിണ്ടി പോകരുത്. രുദ്ര, ആ സോൾജേഴ്സ് അടുത്തെത്തി. അങ്ങനെ രക്ഷപ്പെട്ടോ? ഇതിലും മെസ്സേജസ് ഒന്നും കാണുന്നില്ലല്ലോ. ഡോങ്ക്രിയിലയുടെ ലീലകൾ ആർക്കും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഹലോ രുദ്ര, നീ നിന്റെ അപ്പൂപ്പിനെ രക്ഷിക്കാമെന്ന് കരുതുകയാണെങ്കിൽ നാളെ രാവിലെ ഡോങ്ക്രില സ്റ്റേഡിയത്തിലേക്ക് വന്നേക്ക്. എന്റെ സാമ്രാജ്യത്തിലേക്ക് ആർക്കും അത്ര പെട്ടെന്ന് കടന്നു വരാൻ പറ്റില്ല. വന്നുപോയാൽ പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എന്റെ അനുവാദമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. നീ വലിയൊരു മജീഷ്യൻ അല്ലേ? നമുക്ക് നേരിട്ട് കാണാം. നമ്മുടെ കയ്യിൽ നാളെ രാവിലെ വരെ ടൈം ഉള്ളൂ. ഇന്ന് രാത്രി തന്നെ പാലസിലേക്ക് ചെന്ന് നമുക്കത് കണ്ടെത്തണം. ആ സ്പേസ്ഷിപ്പ് പോലെയുള്ള എനർജി പ്ലെയിൻ എവിടെയാണെന്ന് കണ്ടെത്തണം. എനർജി ടാങ്കിന്റെ അകത്ത് പോകാനുള്ള വഴി അറിയണം. Ibaiska flying Lilliputino Creato. ഒരു പക്ഷേ നമ്മുടെ ഫ്ലൈയിങ് സ്കേറ്റ് ഷൂസ് ഈ സൈസിലുള്ളത് കൊണ്ട് വർക്ക് ആവില്ല. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇത് റെഡിയാക്കിയത്. വരൂ, വേഗം പോവാം. Take care. Bye. All the best. Bye. ഇവിടെ വളരെ വ്യത്യസ്തമായ സ്മെല്ല് വരുന്നുണ്ടല്ലോ. എന്താ ഇത്? മനുഷ്യരാണല്ലോ, പക്ഷെ മനുഷ്യരെ പോലെ ഇല്ലല്ലോ. കാണാൻ തുമ്പിയെ പോലെ ഉണ്ടല്ലോ. നിങ്ങളുടെ അടുത്ത് വിക്സ് ഉണ്ടല്ലോ, വേഗം പറക്കൂ. അവൻ എപ്പോഴും ബിസി ആയിരിക്കണം. അപ്പോഴേക്ക് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാം. എന്നോട് കൂടുതൽ കളിക്കണ്ട. എന്റെ പേര് മാത്രമാണ് മൗസ്. പക്ഷെ ഞാൻ സിംഹത്തിനേക്കാളും അപകടം പിടിച്ചവനാണ്. എങ്ങോട്ട് വന്ന് നിങ്ങളെ ഞാൻ ഒരിക്കലും പുറത്തോട്ട് പോകാൻ സമ്മതിക്കൂല.
വാവ്, എനർജി ടാങ്കിന്റെ മാജിക് പവർ ഇതിൽ കൂടിയാണ് പോകുന്നെന്ന് തോന്നുന്നു. ഇതെന്താ തുറക്കാൻ പറ്റാത്തത്? എന്തായാലും ഒന്ന് പരിശ്രമിക്കാം. ഇതിനകത്ത് ആരെങ്കിലും പോണമെങ്കിൽ അതിന്റെ താഴെയുള്ള വാതിൽ തുറന്നേ പറ്റൂ. മൈര, നീ ഇവിടെ തന്നെ ഇരിക്ക. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത് സൈറന്റെ ശബ്ദമാണല്ലോ. ആരോ എവിടെയോ കയറി പറ്റിയിട്ടുണ്ട്. പാലസിനകത്ത് ആരാ വന്നത്? വേഗം അവനെ പിടിക്കൂ. നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയാൽ പറ്റും. മൗസ്, എന്താ പറ്റിയത്? ആരാണ് ഇവിടെ വന്നത്? മാസ്റ്റർ ഡോങ്ക്രിയില. അത് രുദ്രനും പിന്നെ അവന്റെ ഫ്രണ്ട്സും. അവരെങ്ങനെയാണ് ഈ പാലസിനകത്തേക്ക് വന്നത്? അവര് വളരെ ചെറുതായിട്ട് വന്നത്, ഈച്ചയെ പോലെ. ഞാൻ അവരെ പിടിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ കിട്ടിയില്ല. ജസ്റ്റ് മിസ്സിലാണ് അവര് രക്ഷപ്പെട്ടത്. രുദ്ര എന്റെ പാലസിനകത്ത് കയറിയിരിക്കുകയാണ്. പക്ഷെ നീ കാറ്റ് ആൻഡ് മൗസ് കളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? മരമണ്ടച്ചാരെ, മരമാക്രി. രുദ്ര, നിന്റെ കഥ ഞാൻ നാളെ അവസാനിപ്പിക്കും. പറയുന്നത് നീ കേട്ടല്ലോ അല്ലേ? ഐ വിൽ ഫിനിഷ് യു ടുമോറോ. ഞാനാണ് മാജിക്, മായാജാലം. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. ജയ്സിംഗ്, ഇപ്രാവശ്യം നീ വന്ന് ശരിക്കും കുടുങ്ങിപ്പോയല്ലേ? നിന്നെ രക്ഷിക്കാൻ രുദ്ര തീർച്ചയായും ഇവിടെ വരും. അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ വെച്ച ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഷാക്കാൽ, നമ്മൾ തമ്മിലുള്ള വിരോധം അത് വേറെ കാര്യം. ഇവിടെ നടക്കുന്ന സംഭവമുണ്ടല്ലോ, അത് കാരണം നിനക്കും അപകടമാണ്. മനുഷ്യരെ എല്ലാം കൊന്നൊടുക്കിയിട്ട് ഡോങ്ക്രിയില്ല നിങ്ങളെല്ലാവരും അടിമയാക്കാൻ ശ്രമിക്കുകയാണ്. ചിന്തിക്ക്, ജീവിതകാലം മുഴുവൻ നീ അവന്റെ അടിമയായിരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? നമ്മളും മനുഷ്യരാണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, നമ്മളുടെ കയ്യിൽ മാജിക്കൽ പവർ ഉണ്ട്. മനുഷ്യരെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നത് വളരെ വലിയൊരു തെറ്റാണ്. ഡോങ്ക്രിയിലേക്കെതിരായി പോരാടുന്നതിൽ നീയും എന്നെ സഹായിക്കേണ്ടതാണ്. നമ്മൾ രണ്ടാളും ഒന്നിച്ചു ചേരുകയാണെങ്കിൽ ഡോങ്ക്രിയിലെ നമുക്ക് ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റും. ഒരിക്കലുമില്ല. ഡോങ്ക്ലിയിലയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല. അവൻ ഈ യൂണിവേഴ്സിന്റെ ഏറ്റവും ശക്തിമാനായ മജീഷ്യനാണ്. നീ പറഞ്ഞത് ശരിയാണ് ഷാക്കാർ. ജയ്സിംഗ്, ഇപ്പോഴും സമയമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കലുമില്ല. ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് ഏറ്റുമുട്ട്. ചെയ്യും, ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. ഇന്നത്തെ ഫൈറ്റിൽ നീ രക്ഷപ്പെട്ട് കാണിക്കും, നോക്കട്ടെ. രുദ്ര നിന്നെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവൻ തീർച്ചയായിട്ടും ഇവിടെ വരുന്നതായിരിക്കും. അഥവാ അവൻ വരികയാണെങ്കിൽ അവനും ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.